എല്ലാവർക്കും സ്വാഗതം. സ്റ്റഡി വിത്ത് ഉഷാസിരി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ടാണ് ഇന്ന് എടുക്കുന്നത്. ചാപ്റ്റർ 3 സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. അതിൽ സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ് എന്നാണ്. അതിൽ ഒരു പാർട്ട് നമ്മളെടുത്തു. കഴിഞ്ഞതിൻ്റെ ബാക്കി ഭാഗം ആണ് വരുന്നത്. അത് ഓരോന്നോരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, ഹൗ ഈ സോഷ്യോളജി ഡിഫറെൻറ്റ് ഫ്രം ഹിസ്റ്ററി ആൻഡ് വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ടു സബ്ജക്റ്റ്. അതായത് ഹിസ്റ്ററിയും അതുപോലെ തന്നെ സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ സാമ്യങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ അത് സാമ്യ ആണ്, ഡിഫറൻസ് എന്താണ്, വ്യത്യാസമാണ്. അതാണ് ഹൗ ഈ സോഷ്യോളജി ഡിഫറെൻറ്റ് ഫ്രം ഹിസ്റ്ററി ആൻഡ് വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ ടു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്നത്. ഹിസ്റ്ററി എന്ന് പറയുമ്പം ഭൂതകാല സംഭവ വികാസങ്ങളെ പറ്റിയുള്ള പഠനമാണ് ചരിത്രം. അതായത് ഹിസ്റ്ററിയിൽ കഴിഞ്ഞ കാലത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സമൂഹശാസ്ത്രം എന്താണ്, വർത്തമാന കാലഘട്ടം, ഇന്നത്തെ കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സോഷ്യോളജിയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന് ഭൂതകാലത്തെ പറ്റിയും മറ്റൊന്ന് വർത്തമാന കാലഘട്ടത്തെ പറ്റിയുള്ള പഠിക്കുന്നത്. അടുത്തതായി സമൂഹശാസ്ത്രം എന്താണ്, ഒരു പുതിയ ശാസ്ത്രമാണ്. എന്നാൽ ചരിത്രം എന്താണ്, പഴക്കമുള്ള ശാസ്ത്രമാണിത്. ചരിത്രം അതായത് ചരിത്രത്തിൽ നമ്മൾ പഴയ ഹാരപ്പൻ സംസ്കാര കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് BC വരുന്നതാണ്. എന്നാൽ സാമൂഹ്യശാസ്ത്രം ഇപ്പം അടുത്ത് വന്നിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. മറ്റൊരു വ്യത്യാസമാണ്, സമൂഹശാസ്ത്രത്തിൽ പലതും ചരിത്രത്തിൽ ഇല്ല. അത് ഓർത്ത് വെക്കുക. സമൂഹശാസ്ത്രവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പലതും എവിടെയുണ്ട്, ചരിത്രത്തിൽ ഉണ്ട്. അതും നിങ്ങൾ ആ വ്യത്യാസങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഡിസ്ക്രൈബ് ഹൗ പൊളിറ്റിക്കൽ സയൻസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സോഷ്യോളജി ആൻഡ് ദ സിമിലാരിറ്റി. ഈ സോഷ്യൽ സയൻസും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള, സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ സിമിലാരിറ്റി സാമ്യതയാണ്. അതാണ് അതിലേക്ക് ചോദിക്കുന്നത്. അതിൽ സമൂഹത്തിൻ്റെ ഒരു ശാഖയാണ് എന്ത്, രാഷ്ട്രതന്ത്രത്തിൽ എന്താണ്, ഭരണകൂടത്തെ പറ്റിയുള്ള ആണ് അതിൽ പഠിക്കുന്നത്. സർക്കാർ, ഗവൺമെൻറ്, ഭരണകൂടം, ജനങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളാണ് രാഷ്ട്രതന്ത്രത്തിൽ പഠിക്കുന്നത്. രാഷ്ട്രതന്ത്രവും അതേപോലെ തന്നെ സമൂഹശാസ്ത്രവും കൈകാര്യം ചെയ്യുന്ന മേഖല ഒന്നാണ്. എന്നാലും രാഷ്ട്രതന്ത്രത്തിന് കീഴിലുള്ള സംഘടിതമായിട്ടുള്ള സാമൂഹ്യ സംഘങ്ങളെ പറ്റിയിട്ടാണ് അതിൽ രാഷ്ട്രതന്ത്രത്തിൽ പഠിക്കുന്നത്. എന്നാൽ സോഷ്യോളജിയിൽ സംഘടിതവും അതേപോലെ തന്നെ അസംഘടിതവുമായ സാമൂഹ്യ സംഘങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ കഴിയുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് സാമൂഹ്യ വശങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാണെങ്കിൽ ആ സമൂഹത്തിൽ നിന്നാണ് ആ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ അത് സാമൂഹ്യ ശാസ്ത്രത്തിന് മാത്രമേ പറ്റൂ. സാമൂഹ്യ ശാസ്ത്രത്തിനെ പറ്റിയിട്ട് അറിവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട്, ഒരു സിമിലാരിറ്റി നമുക്ക് കാണാം. പിന്നെ അതുപോലെ ഒന്നാണ് ഡിഫറൻസിൽ വരുന്ന ഒന്നാണ് സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സമൂഹശാസ്ത്രം. നേരത്തെ പറഞ്ഞ മാതിരി രാഷ്ട്രതന്ത്രത്തിലൂടെ ഭരണകൂടത്തെ പറ്റിയാണ് പഠിക്കുന്നത്. മറ്റൊരു വ്യത്യാസമാണ്, സമൂഹശാസ്ത്രത്തിലൂടെ കുടുംബത്തെ പറ്റി പഠിക്കുന്നു, സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി, മതത്തിനെ പറ്റി പഠിക്കുന്നുണ്ട്, വിദ്യാഭ്യാസത്തെ പറ്റി പഠിക്കുന്നുണ്ട്, ഭരണകൂടം എന്നിവയെക്കുറിച്ചെല്ലാം പഠിക്കുന്നുണ്ട്. എന്നാൽ രാഷ്ട്രതന്ത്രത്തിലൂടെ അല്ലെങ്കിൽ പൊളിറ്റിക്സിലൂടെ ഭരണകൂടത്തെയും ഗവൺമെൻറ്റിനെയും കുറിച്ചാണ് പഠിക്കുന്നത്. പ്രത്യേകം ഓർത്ത് വെക്കുക. മറ്റൊരു വ്യത്യാസമാണ്, സമൂഹശാസ്ത്രത്തിലൂടെ സാമൂഹ്യ ജീവിയായ മനുഷ്യനെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ രാഷ്ട്രതന്ത്രത്തിലൂടെ ഭരണകൂടം എന്ന ഒരു സംഘടനയെക്കുറിച്ചാണ് പഠിക്കുന്നത്. രണ്ടും നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കുക. സോഷ്യോളജി എന്താണ്, ഒരു പൊതുശാസ്ത്രമാണ്. എന്നാൽ രാഷ്ട്രതന്ത്രം എന്നാണ് ഒരു പ്രത്യേക ശാസ്ത്രമാണ്. രാഷ്ട്രതന്ത്രത്തിൽ പ്രത്യേകമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സമൂഹശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ എല്ലാവിധ കാര്യങ്ങളൊക്കെ അതിലേക്ക് പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സമൂഹശാസ്ത്രത്തിലൂടെ നേരത്തെ പറഞ്ഞ മാതിരി സംഘടിത സമൂഹങ്ങളെയും അസംഘടിത സമൂഹങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. രാഷ്ട്രതന്ത്രത്തിലൂടെ സംഘടിത സമൂഹം, അതിൽ രാഷ്ട്രതന്ത്രത്തിൽ എന്ത് വേണം, രാഷ്ട്രീയ പാർട്ടികളൊക്കെ വേണം.
അപ്പോൾ അതെന്താണ്, സംഘടിത സമൂഹങ്ങളെക്കുറിച്ചാണ് രാഷ്ട്രതന്ത്രത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്തതായിട്ട് സമൂഹശാസ്ത്രത്തിലൂടെ മനുഷ്യൻ്റെ അബോധ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്നാൽ രാഷ്ട്രതന്ത്രത്തിലൂടെ മനുഷ്യൻ്റെ ബോധപൂർവമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. അതായത് മനുഷ്യൻ്റെ നമ്മളെ നിരീക്ഷണത്തിലൂടെയും ഇൻ്റർവ്യൂവിലൂടെയൊക്കെയാണ് സമൂഹശാസ്ത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. നല്ലോണം ഈ വാക്കുകളൊക്കെ ഒന്ന്. അടുത്തത് സമൂഹശാസ്ത്രത്തിലൂടെ മനുഷ്യൻ എന്താണ്, രാഷ്ട്രീയ ജീവിയായി എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ എന്നൊക്കെ വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ രാഷ്ട്രങ്ങളുടെ ഒരു മനുഷ്യൻ രാഷ്ട്രീയ ജീവിയാണ് എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് രാഷ്ട്രബന്ധം ഉണ്ടാവുന്നത്. ആ രണ്ടു വാക്കുകളും എങ്ങനെയാണ് രാഷ്ട്രീയ ജീവി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കി. അടുത്തതായിട്ട് ഹൗ ഈസ് ദ സോഷ്യോളജിക്കൽ വർക്ക് ഡിഫറെൻറ്റ് ഫ്രം ദ വർക്ക് ഓഫ് ആൻ എക്കണോമിക്സ്. അതായത് സോഷ്യൽ വർക്ക് അതുപോലെ സോഷ്യോളജിക്കൽ വർക്ക് സാമൂഹ്യശാസ്ത്രപരമായിട്ട് വർക്കും അതുപോലെ തന്നെ എക്കണോമിക്സും തമ്മിൽ ഏതൊക്കെ തരത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതായത് ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം, ഈ 3 കാര്യങ്ങളാണ് സാമ്പത്തിക ശാസ്ത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ മനുഷ്യൻ്റെ ഭൗതികക്ഷേമം സംബന്ധിച്ചതാണ് സാമ്പത്തിക ശാസ്ത്രം. എന്നാൽ സമൂഹശാസ്ത്രത്തിൻ്റെ സഹായം കൂടാതെ ഒരിക്കലും സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തികമില്ലാതെ സമൂഹത്തിന് നിലനിൽക്കാൻ പറ്റില്ല. സാമ്പത്തിക സഹായം അത്യാവശ്യമാണ്, സാമ്പത്തികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രവും തമ്മിലെടുത്ത് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സാമ്പത്തിക ക്രമം, കുടുംബം, സമുദായം എന്നിവയുമായിട്ടൊക്കെ തന്നെ എക്കണോമിക്സ് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജിയും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത്. അത് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. സമൂഹശാസ്ത്രജ്ഞന്മാർ മാനുഷിക ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ മനുഷ്യൻ്റെ പല കാര്യങ്ങളും നിരീക്ഷണം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർവ്യൂ, അതുപോലെ ഒരുപാട് ഭാവങ്ങൾ അതിലൂടെ നമ്മൾ പഠന വിധേയമാക്കുന്നുണ്ട്. എന്നാൽ സമൂഹശാസ്ത്രത്തിൽ എന്താണ്, അത് രണ്ടും വെവ്വേറെയായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ പുവർ സയൻസ് ആൻഡ് അപ്ലൈഡ് സയൻസ് എന്നുള്ളതാണ്. അതായത് പുവർ സയൻസ് എന്ന് പറയുമ്പം ശുദ്ധശാസ്ത്രമാണ്. സമൂഹശാസ്ത്രത്തെ ആയിട്ട് കരുതുന്നുണ്ട്, ശുദ്ധശാസ്ത്രമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളെ പറ്റി, മനുഷ്യനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയുന്നുണ്ട്. മനുഷ്യൻ്റെ മാനുഷികപരമായിട്ടുള്ള പെരുമാറ്റങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കാനും അവൻ്റെ കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലൂടെയൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാമൂഹ്യശാസ്ത്രത്തിന് മാത്രമേ കഴിയൂ. സാമൂഹ്യശാസ്ത്രം എന്താണ്, ഒരു ശുദ്ധ ശാസ്ത്രമായിട്ട് പരിഗണിക്കും. അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. ആന്ത്രോപോളജി നരവംശശാസ്ത്രമാണ്, സോഷ്യോളജി സമൂഹശാസ്ത്രമാണ്. ഒരു മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് രണ്ടിലും വരുന്നത്. എന്നാൽ ഒന്നിലെന്താണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ വികാസം പ്രാപിച്ചു എന്നത് നരവംശശാസ്ത്രത്തിലൂടെ പഠിക്കാൻ കഴിയും. ഈ നരവംശശാസ്ത്രം എന്ന പേര് വന്നത് ലോഗോസ് എന്നീ ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. അപ്പോൾ നരവംശാസ്ത്രം ഉടലെടുത്തത്. ഇതിൽ നരവംശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും തമ്മിൽ എന്താണ്, അടുത്ത ബന്ധമാണ് ഉള്ളത്. അത് നമ്മൾ ഓർത്ത് വയ്ക്കും. നരവംശശാസ്ത്രത്തിലൂടെ മനുഷ്യൻ്റെ സാമൂഹികവും സാംസ്കാരികപരമായിട്ട് കാര്യങ്ങൾ കൂടി പഠിക്കാൻ പറ്റും. മനുഷ്യൻ എങ്ങനെയാണ് ഉടലെടുത്ത് വന്നത്, അതിൻ്റെ വളർച്ച എന്നതുകൂടി നരവംശശാസ്ത്രത്തിലൂടെ പഠിക്കാൻ പറ്റുന്നതാണ്. നരവംശശാസ്ത്രവും അതുപോലെ തന്നെ സമൂഹശാസ്ത്രവും തമ്മിൽ ഇരട്ട സഹോദരിമാരായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് രണ്ടിലും മനുഷ്യരെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നിയമപരമായ തൊഴിലുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. സമൂഹശാസ്ത്രത്തിലൂടെ അതിൻ്റെ പ്രത്യേക വശങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. നരവംശശാസ്ത്രവും സമൂഹശാസ്ത്രവും വേറിട്ട ശാസ്ത്രങ്ങളാണ്. മനുഷ്യനും അവൻ്റെ സംസ്കാരവും എങ്ങനെ വികാസം വന്നു എന്ന് നരവംശശാസ്ത്രത്തിലൂടെ പഠിക്കുന്നു. നരവംശശാസ്ത്രത്തിന് ആന്ത്രോപോളജി എന്നാണ് പറയുക. രണ്ടിൻ്റെ വിഷയവും ഒന്ന് തന്നെയാണ്. വർത്തമാന കാലഘട്ടത്തെ പറ്റിയാണ് സമൂഹശാസ്ത്രത്തിലൂടെ പഠിക്കുന്നത്. അതിത്രയാണ് അതിൽ പറയാൻ. പ്രിയ കുട്ടികളെ, നമ്മൾ സോഷ്യോളജി NIOS +2 സോഷ്യോളജിയുടെ 3-ാമത്തെ ചാപ്റ്റർ
ചാപ്റ്ററിലുള്ള 2 പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് വന്നത്. ഇതിൽ നിന്നും എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ അതൊക്കെ നിങ്ങൾ നല്ലോണം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, വീണ്ടും